ഈ സർക്കാർ കൊടുക്കുന്ന ശമ്പളം കൊണ്ടൊക്കെ അവർക്ക് എങ്ങനെ തികയാനാ പ്രതാപ? അല്ല, ഈ വാഹനങ്ങൾക്കൊക്കെ ഫിനാൻസ് കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന 4 ഷോറൂമുകളുണ്ട് നമുക്ക്. ഓ ആ, ഇനി 2 കൂടെ തുടങ്ങണം. ആ, അതിപ്പോ നല്ല ബിസിനസ്സാ. ആളുകൾക്കൊക്കെ ഈ വലിയ വലിയ ആഡംബര കാറുകളോട് പ്രിയമാ. അതും ചെറിയ വിലക്ക് കിട്ടുമ്പോ ഓടിപ്പാഞ്ഞിങ് വന്ന് 4 ചെക്ക് ഒപ്പിട്ട് തന്നിട്ട് ഇത് കൊണ്ടൊക്കെ പോവും. അതോടെ അവന്റെ സ്വസ്ഥതയും പോവും. കാശ് തന്നില്ലെങ്കിൽ കുത്തിരി പിടിച്ച് വാങ്ങാൻ വേറെ പിള്ളേരുണ്ട്. അങ്ങളെ വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ. എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. എന്തിനു പേടിക്കണം? നോക്ക്, ഞാൻ രാജാവാണെങ്കിൽ പ്രതാപൻ രാജകുമാരനാണ്. പ്രതാപൻ വേണം ഇനിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോവാൻ. നന്ദേട്ടാ, ഈ സാരിയുടെ പ്ലേറ്റ് ഒന്ന് പിടിച്ചു തരൂ. ആ, ബെസ്റ്റ്. എന്റെ അമ്മക്കുട്ടി, പൂരത്തിന് ആന എഴുന്നള്ളിക്കണേനേക്കാൾ പാടാണല്ലോ തന്നെ ഒരുക്കി എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോവാൻ. ഒന്ന് ചെയ്യൂ നന്ദേട്ടാ. ഒരു സഹായം ചോദിച്ചപ്പോ വലിയ ജാട. ആ, ഇത്തിരി ജാടയൊക്കെ ഉണ്ട്. പണ്ട് എന്നെ പ്രേമിച്ച് നടന്നപ്പോ ഈ ജാടയൊന്നും ഇല്ലായിരുന്നല്ലോ. അതെ, ഈ പ്രേമത്തിനെ കണ്ണു മാത്രമല്ല ബുദ്ധിയില്ല. അതല്ല ഞാൻ തന്നെ പുറകെ നടന്നത്. ഇടി മേടിക്കും കേട്ടോ. മര്യാദക്ക് പ്ലേറ്റ് പിടിച്ചിട്ടേ നന്ദേട്ടാ. ആ, ഉണ്ടായി സാ. ആണെങ്കി ഒന്നുമില്ല, ഞാൻ പ്ലേറ്റ് പിടിച്ചു തരും. എവിടെ? സത്യത്തിലേ ഞാനിതൊന്നും ചെയ്യേണ്ടതല്ല. അതെന്താ? അല്ല, താനും തന്റെ ചക്കിയുമല്ലായിരുന്നു യൂണിയൻ. ഞാനൊരു അപ്പാവി, പുറമ്പോക്ക് കേസ്. അപ്പാവിയല്ല, പടുപാവി. ഈ മനസ്സിന്റെ ബി നിലവറെ പൂട്ടിവെച്ചിരിക്കുന്ന സ്നേഹമൊക്കെ ഇനി ഇങ്ങനെ തന്നാ മതി, പലിശ സഹിതം. അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. ഏട്ടൻ വന്നു. യമുനേ, ഏട്ടനൊക്കെ വന്നു. അതിനിത്ര ബഹളം വയ്ക്കുന്നത് എന്തിനാ? 10 കൊല്ലം കൂടി കാണുന്ന ഒന്നല്ലല്ലോ. ഞാനിത്തിരി സന്തോഷിക്കുന്നതിന് മാഷിനെന്താ? എന്റെ കൺവെട്ടത്തൊന്നും മാറിയേക്കരുത്, അല്ലെങ്കിൽ കണ്ണ് ചുമന്ന നേരം കൊണ്ട് ആട്ടക്കാരി എന്റെ അടുത്ത് കൊഞ്ചാൻ പൊയ്ക്കോളണം. ഈ അമ്മയുടെ ഒരു കാര്യം. ചക്കി, ചെറുമുത്തം നൽകി
പിന്നെയും തുടങ്ങി മഹാപ്രളയം. ഇനിയിപ്പൊ ഇതെത്ര ദിവസം നീണ്ടു നിൽക്കുന്നുള്ളതാ. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലേ, ലോകത്ത് വേറെ ആർക്കും അപ്പനും അമ്മയൊന്നും ഇല്ലല്ലോ എന്ന് പറയായിരുന്നു. അത് ശരി, കെട്ടിപ്പിടിച്ച് കരയാനാണോ ഇത്രയും നേരം അമ്മയെ കാത്തിരുന്നത്? അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. എന്താ കുട്ടി ഇത്? സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരച്ചില് തന്നെ. ഞങ്ങൾ ഇനി വന്നില്ലേ, പിന്നെന്താ? അതെ, എന്താ ഇവിടെ? കഴിയാറായില്ലേ ഈ കണ്ണുനീര്? ഈ വീട്ടിലേക്ക് വന്നു കയറിയ നിമിഷം മുതൽ തുടങ്ങിയതാ ഇത്. പെൺകുട്ടികളുടെ കണ്ണുനീര് വീഴുന്നിടം ഭസ്മമായി പോകുന്ന. അല്ല, പ്രായമുള്ള ഒരാള് കൂടെ ഉണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ. ഇതൊന്നും കൊച്ചുമോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഒന്ന് ചുമ്മാതിരിക്കും ലക്ഷ്മി, നിന്റെ ഒരു തമാശ. ഇതൊക്കെ പണ്ട് കാലത്തുള്ള ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ലേ. കണ്ണീര് വീഴുന്നിടം ഭസ്മമായി പോകുമെന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല ഇവിടെ ആരും ചിരിക്കാൻ. കുതിരപ്പന്തി വീട് കണ്ണീര് വീണ് വെണ്ണീറായി പോയാലും ആർക്കും ഒരു പ്രശ്നമില്ലായിരിക്കും. പക്ഷെ എനിക്കങ്ങനെയല്ലല്ലോ. ഞാൻ ജനിച്ചു വളർന്ന വീടാ. എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സമ്പാദ്യം. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തിനാ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ, ഞാനായിട്ട് ഇനി ആരുടെയും കണ്ണീര് വീഴിക്കുന്നില്ല. സ്നേഹത്തിന്റെ പേരിലാ, അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തിന്റെ പേരിലാന്നൊക്കെ പറഞ്ഞ് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കുടുംബത്തിലെ കണ്ണീര് വീഴ്ചാലേ അത് കേട് തന്നെയാ. എഴുന്നേറ്റേ. എന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്ക. ഒരു വീട്ടിലെ മരുമകൾ എന്ന് പറഞ്ഞ ആരാ? വീട്ടുകാരി.
അപ്പൊ വിളമ്പിക്ക്. നീ ഈ വീട്ടിലെ വിരുന്നുകാരിയാണോ? അല്ലല്ലോ. എഴുന്നേക്ക്, എന്നിട്ട് വിളമ്പാൻ കൂട്. അല്ല, ഞാൻ ന്യായം ഒന്നും പറയാൻ നിൽക്കണ്ട. പറയുന്ന അനുസരിച്ചാ മതി. എഴുന്നേക്കാൻ. അവളവിടെ ഇരുന്നോട്ടെ. അത് നീയല്ല തീരുമാനിക്കുന്നു, ഞാനാ. വേണമെങ്കിൽ യമുന എഴുന്നേക്കുന്ന ഒഴിവിൽ നീ പോയിരുന്നോ, ഞാൻ നിനക്ക് വിളമ്പിത്തരാം. എഴുന്നേക്ക്. ആദ്യം അനുക്കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും വിളമ്പ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്റെ തൊലി ഉരിഞ്ഞുപോയി. എന്നെ കൊണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളമ്പിച്ചത്. അച്ഛൻ ഇത് എന്ത് കണ്ടിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരനുക്കുറ്റി. എവിടെ അമ്മക്കുട്ടിയും മോളും ആ വല്യമ്മ തള്ളയൊക്കെ? അപ്പുറത്ത് നിന്ന് വിപിയുടെ ചെവി കടിച്ചു പറിക്കുന്നുണ്ട്. സപ്പോർട്ടിന് മഹാനായ ഗോവിന്ദമാഷ ഉണ്ടല്ലോ. സോപ്പ് അലർജിയാണെന്ന് അവൾക്ക്. എന്തായാലും എന്റെ പൊന്നുമോൻ കണ്ടെടുത്ത മാണിക്യം കൊള്ളാം. അതെ, കഷ്ടിച്ച് 18 തികഞ്ഞൊരു മന്ദബുദ്ധി ടെസ്റ്റ് ട്യൂബ് ശിശു. തിന്നാനും ഉറങ്ങാനും മാത്രം അറിയാം. ബോണസ് ആയിട്ടൊരു ചുഴലി ദീനോ. ചേച്ചി, ആവശ്യമില്ലാത്തത് പറയരുത്. അനുവിന് ഒരു ചുഴലി ദിനവും ഇല്ല. ഓ, രക്ഷകൻ വന്നു. നിന്റെ ഭാര്യയുടെ കുറവുകളും കുഴപ്പങ്ങളും പൊതിഞ്ഞു പിടിക്കേണ്ടത് നിന്റെ മാത്രം ആവശ്യം. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ചേച്ചി, ഞാനൊരു ഡോക്ടർ. എനിക്കറിയാം അനുവിന് ഒരു അസുഖവും ഇല്ലാന്ന്. എങ്കിൽ പിന്നെ മഹാനായ ഡോക്ടർ ഒരു കാര്യം ചെയ്യ്. പ്രിയ പത്നിയെ ആശുപത്രി കൊണ്ടുപോയി മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യേ.
ഇതിന് തലച്ചോറോ ഇല്ല. വേറെന്തൊക്കെ കുറവുകളുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. പോയി പറഞ്ഞു ചെയ്യടി ചുഴലി ദീനക്കാരി. നിനക്ക് ബോധക്കേട് വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യമുനെ, ഇവിടെ വാ. വാടിവിടെ. മോളിതിൽ ഇടപെടണ്ട. ഇത് നേരത്തെ തരേണ്ടിയിരുന്നതാ. ഇത്തിരി താമസിച്ചു പോയി. എന്തിനാ എന്റെ കുഞ്ഞിനെ തല്ലിയത്? മിണ്ടരുത് നീ. മോൾക്ക് വളവിടാൻ നിന്നാൽ നീയും മേടിക്കും. നിന്നേക്കാൾ കുറഞ്ഞത് 10 വയസ്സിന് ഇളയതല്ലേ അനുക്കുട്ടി? കുഞ്ഞനിയത്തെ പോലെ കരുതി ചേർത്ത് പിടിക്കേണ്ടതിന് പകരം നീ അതിനോട് കുശുമ്പ് കുത്തുന്നോ? കെട്ടിച്ചു വിട്ടെടുത്തുനിന്ന് അമ്മായിയമ്മയുടെ കുറ്റം പറയാനും ആട്ടുകെട്ടിൽ ഇരുന്ന് ആടാനും സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നവളല്ലേ നീ? കൂടും കുടുക്കെടുത്ത് ഇറക്കും ഞാൻ, കേട്ടല്ലോ? നിന്റെ മകൾക്ക് നൊന്തപ്പം നിനക്ക് പൊള്ളിയല്ലേ? അതുപോലെ തന്നെ അടി എല്ലാ അച്ഛനമ്മമാർക്കും. പെൺമക്കളെ ഓരോ അച്ഛനമ്മമാരും സ്വന്തം നെഞ്ചിലിട്ടാ വളർത്തുന്നത്. പത്തിരുപത് കൊല്ലം പൊന്നുപോലെ വളർത്തിയിട്ട് അന്യന്റെ വീട്ടിൽ എച്ചിൽ പാത്രം കഴുകാനും ഇന്നലെ വരെ അന്യനായിരുന്ന ഒരുവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാനും ഒരു കുട്ടിയെ അയക്കും അവര്. അതും പൊന്നും പണവും അങ്ങോട്ട് നൽകി കല്യാണം എന്ന പേരില്. വന്നു കയറിയ വീട്ടിലുള്ളവരെ സ്വന്തം അച്ഛനും അമ്മയുമായിട്ട് കാണാൻ ആ പെൺകുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവളെ സ്വന്തം മകളായിട്ട് കാണാൻ നിനക്കൊക്കെ കഴിയണം. അങ്ങനെ കരുതിയേ മതിയാവും. മോള് പൊയ്ക്കോ. ഞാൻ പാത്രങ്ങള് മോൾക്കാവുമെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് ചെയ്താ മതി. പാത്രം വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞു പോകുന്നില്ലല്ലോ. ഇപ്പൊ ചെല്ല്. മാഷ് നിലാവ് കാണായിരിക്കുമല്ലേ? മനസ്സിൽ ഇരുട്ട് മാത്രം പോരല്ലോ ലക്ഷ്മി. കുറച്ച് നിലാവും കൂടിയൊക്കെ ആവാം. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ നല്ലത്. അത് തിരിച്ചറിവിന്റെ പാതയിലേക്കുള്ള തുടക്കമാണ്. ലക്ഷ്മിക്ക് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണല്ലോ ഇത്തരം മുഖവരെയും ആമുഖമൊക്കെ. അല്ല, അതെങ്ങനെ? 30-35 കൊല്ലമായില്ലേ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട്. കൂടെ ജീവിക്കുന്ന ആളുടെ ഹൃദയമിടിപ്പ് അറിയാൻ കഴിയും. ശ്വാസഗതിയുടെ അർത്ഥവും മനസ്സിലാവും. കാര്യം പറയേ. നാളെ ഏട്ടനെ ഒന്ന് കാണാൻ പോണം. ഏതേട്ടൻ? എനിക്കൊരു ഏട്ടനല്ലേ ഉള്ളൂ, കുതിരപ്പന്ത് വീട്ടിൽ ചന്ദ്രസേനൻ. ഇന്നല്ലേ ഏട്ടൻ വന്ന് പെങ്ങളെ കണ്ടിട്ട് പോയത്? ഇനിയിപ്പോ എന്തിനാ നാളെ പോകുന്നത്? അല്ല,
ഈ വീടിന്റെ അവകാശത്തിന്റെ പാതി ഏട്ടനുള്ളതാണല്ലോ. അപ്പോ ആധാരമായിട്ടൊന്ന് ചെല്ലണോന്ന് പറഞ്ഞു എന്നോട്. ഓ, അവകാശവും വീതം വെപ്പും അതിന്റെ ഉടമ്പടിയും അല്ലേ? നല്ല കാര്യം, പോയിട്ട് വാ. അല്ല, മാഷും കൂടി ഒന്ന് വന്നാ. ഞാനെന്തിനു വരണം? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും നിങ്ങളുടെ കുടുംബസ്വത്ത് പങ്കുവയ്ക്കുന്നിടത്ത് എനിക്കെന്ത് കാര്യം? ഏട്ടനെ പിണക്കിയ ഉള്ളതും കൂടി കൈവിട്ടു പോവും. നമ്മളെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. ഭയമില്ല, ഭയപ്പെടുത്തുകയും വേണ്ട. കയ്യിലൊരു ഊന്നുവടി മുന്നാഴി മണ്ണുമായിട്ട് ജനിച്ചവനല്ല ഗോവിന്ദൻ, മനസ്സിലായോ? സ്വന്തം കാലിൽ നിവർന്നു തന്നെ നിന്നാ ഇതുവരെ ജീവിച്ചത്. പിന്നെ കുതിരപ്പന്തി വീട്ടിൽ അന്തിയുറങ്ങി എന്നൊരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. അക്കാര്യത്തിൽ എനിക്കിപ്പോ കുറ്റബോധമുണ്ട്. നാളെ സേനൻ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ, അല്ലെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞാൽ, എനിക്ക് താമസിക്കാൻ പെൻഷനേഴ്സ് ഹോമുകളുണ്ട്. റിട്ടയർഡ് അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണത്. ഞാൻ അവിടെ പോയി അങ്ങ് താമസിക്കും. തനിക്ക് വേണമെങ്കിൽ ഒരു സഞ്ചി കൊള്ളുന്ന സാധനങ്ങളും എടുത്ത് കൂടെ വരാം. അല്ലെങ്കിൽ ഏട്ടന്റെ മണിമാളികയിൽ പോയി താമസിക്കാം. അല്ല മാഷെ, ഞാൻ നിർത്തിയേക്ക്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാളെ ഏട്ടനെ പോയി കാണുകയോ ആധാരം അടിയറ വയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളുക. മേലാൽ ഇക്കാര്യം എന്നോട് സംസാരിക്കാൻ വരരുത്. ഇതാ കാപ്പി. സേനയുടെ കാപ്പിന്ന്. അതിൽ നീ കിടന്ന് വിളിച്ചു പോകുന്നതിരാ? നിന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ ഉരുൾപൊട്ടലിൽ ഒരു പാറമട അങ്ങനെ കുത്തിയൊലിച്ച് വന്നെന്ന്. ആ, കാപ്പിയോടെ വെച്ചേക്ക്. സേനേട്ടനും പിന്നെ എപ്പോഴും ഈ പാറമടയും പാറ പൊട്ടിക്കലും ഫിനാൻസും ഒക്കെ അല്ലേ ഉള്ളൂ ചിന്ത. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നോണ്ടാടി കല്ല് കടിക്കാത്ത ചോറും ഉണ്ട് നീ സുഖമായി കിടന്നുറങ്ങുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. ചോദിച്ചോ, എന്താ കേക്കട്ടെ? ഈ കുതിരപ്പന്തി വീട്ടിന്റെ അവകാശം വേണോന്നൊക്കെ പെങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായില്ലേ? ഇനി ഇത് വെച്ച് നീട്ടുന്ന എന്തിനാ? ആ അവകാശങ്ങൾ സ്ഥാപിച്ചൂടെ? നമുക്കൂടി വേണമെങ്കിൽ അങ്ങോട്ടങ്ങ് താമസവും മാറ്റാലോ. നമ്മൾ അങ്ങോട്ട് താമസം മാറ്റാലോ? അത് വേണോ? അത് വേണമെന്ന് എന്റെ അഭിപ്രായം. സ്ഥിരമായിട്ടല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി താമസിക്കണം. വിപിനും ആ പെണ്ണും അവിടുന്ന് പടിയിറങ്ങുന്നിടം വരെ. അത് വേണ്ട. ചക്കി വരുന്നു. ഇത് വലിയ കുഴപ്പമായല്ലോ. ചക്കി വരുന്നതിന് താനെന്തിനാ നാട്ടുകാരെ ഇളക്കുന്നത്? ചക്കി, അമ്മക്കുട്ടി. വാ വിപിൻ. ഹായ് അങ്കിൾ. കേറി വാ. ചക്കി. താമസിച്ചു. അമ്മക്കുട്ടി രാവിലെ മുതൽ നോക്കി നിൽക്കുക. ഞങ്ങള് വരുന്ന വഴിക്ക് കടയിലൊക്കെ ഒന്ന് കയറി.
ദാ അമ്മക്കുട്ടിക്ക് കഴിക്കാനുള്ള ലഡുവും ജിലേബിയും ഹൽവയും പിന്നെ എന്തൊക്കെയോ ബിബിൻചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ അപ്പൊ അമ്മക്കുട്ടിയെ ഷുഗർ പേഷ്യന്റ് ആക്കിയിട്ടേ നീ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? അത് സാരമില്ല, നമ്മുടെ ശങ്കരമുത്തശ്ശിയുടെ മരുന്നീന്ന് കുറച്ച് അടിച്ചു മാറ്റി കൊടുത്താ മതി. എന്തി എന്റെ ശങ്കരമുത്തശ്ശി? ആ ശങ്കരി മുത്തശ്ശി ഒന്ന് മേപ്രാൽ വരെ പോയി മോളെ. നമ്മുടെ സാവിത്രി ചിറ്റിക്ക് എന്തോ ഒരു വയ്യായിക, ഒന്ന് കാണുമെന്നും പറഞ്ഞു പോയതാ. അത് കൊള്ളാം. ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്. അതിനെന്താടാ, ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ അമ്മ ഇങ്ങോട്ട് വരും. ഞാൻ പോകുന്നതിന് മുമ്പേ വരുമോ? നോക്കിയ നന്ദേട്ടാ, ഇവൾ ഇങ്ങോട്ട് വന്ന് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് തിരിച്ചു പോകുന്നതിനെ പറ്റിയാ പറയുന്നത്. ചക്കി പോകുന്നതിന് മുമ്പ് വന്നില്ലെങ്കിലേ ശങ്കരി മുത്തശ്ശി അറസ്റ്റ് ചെയ്ത് അച്ഛൻ അമ്മക്കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുപോലെ വന്നല്ലോ വനമാലയും വിപിൻ മോനും. എന്താ അവിടെ തന്നെ നിക്കുന്നേ? കേറി വാന്നേ. ഒന്നും വിചാരിക്കണ്ട, ഇത് നമ്മുടെ വീട് തന്നെ. പങ്കജാന്റിയുടെ കൈപുണ്യം അറിയാൻ വന്നത്. അയ്യോ സന്തോഷം. പങ്കജം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് നാവില് വച്ചാ പിന്നെ ജീവിതകാലം മുഴുവനും അത് മറക്കത്തില്ല. വാ വിപിൻ. ഇരിക്ക്. വിപിൻ, അനുക്കുട്ടി ഇന്ന് കൊണ്ടുപോകല്ലേ? നിങ്ങൾ 1-2 ദിവസം ഇവിടെ നിന്നിട്ടേ പോകാവൂ. എന്തായാലും ഇന്ന് പോകുന്നില്ല. പക്ഷേ ഒരു ദിവസം എന്നുള്ളത് 2 ആക്കുന്ന കാര്യം ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അമ്മയുടെ ചക്കി വന്നേ, ചോദിക്കട്ടെ. അത് തന്നെ, നിങ്ങൾ പോയി സംസാരിക്കും. എനിക്ക് അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട്. ഇതില് ലഡു ഉണ്ടോ? ഇതില് ജിലേബി ഉണ്ടോ? രണ്ടും ഉണ്ട്. എന്നാലേ ആദ്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങളൊക്കെ കഴിച്ചാ മതി. വിപിൻ ഇരിക്കാം. പെങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാറുമായിട്ട് വരില്ലായിരുന്നോ? അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ എത്ര വണ്ടികളുണ്ട്? ഒരു പയ്യനെ ഞാൻ പറഞ്ഞു വിടില്ലേ? അതിനു പകരം ഓട്ടോയും പിടിച്ച്. ആരെങ്കിലും കണ്ട എന്തൊരു നാണക്കേടാ. കുതിരപ്പത്തി വീട്ടിലെ ചന്ദ്രസേനന്റെ പെങ്ങൾ ഒരു ഓട്ടോയും പിടിച്ച്. അതൊന്നും സാരമില്ല ഏട്ടാ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിനിപ്പോ എനിക്കെന്തിനാ കാറും പത്രാസും ഒക്കെ? എത്രയും പെട്ടെന്ന് കാണും. കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ മടങ്ങി പോകുന്നും പറഞ്ഞു. അയ്യോ സംഗീത, എന്താ കുറച്ച് വെള്ളം കിടത്തേ. സംഗീത, എന്തു പറ്റി? സംഗീത, കണ്ണു തുറക്ക. എടോ സംഗീത, ടീച്ചറമ്മേ. സംഗീത, എന്താ പറ്റിയേ? സംഗീത, അമ്മക്കുട്ടി കണ്ണു തുറക്ക്. സംഗീതേ, എടോ കണ്ണു തുറക്ക്. അയ്യോ ടീച്ചറമ്മേ, അമ്മക്കുട്ടി കണ്ണു തുറക്ക്. എടോ സംഗീതേ,
എന്താ വയ്യായിക വല്ലതും ഉണ്ടോ? അമ്മക്കുട്ടി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. പേടിച്ചു പോയ എന്റെ പൊന്നുമോള്. വാ, കുറച്ചേരം വന്ന് കിടക്ക്. ആ അതെ, ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും. അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇടാം. വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി. വാ വാ സംഗീതേ, എണീക്ക്. നന്ദേട്ടാ, പങ്കജം, മുറിയിലേക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരണേ. വാ നന്ദേട്ടാ. വാ. ഒന്നുമില്ലെന്നേ, പെട്ടെന്ന് എന്തോ BP വേരിയേഷൻ ഉണ്ടായതാ. ആ അതെങ്ങനാ? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. മോള് വന്നിട്ടേ കഴിക്കൂന്നും പറഞ്ഞ് ആ ഗേറ്റിന്റെ അവിടെ ഒറ്റ നിപ്പായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ നിക്കരുതെന്ന്. ആ അതെന്നെയാ കാര്യം. എടോ, അമ്മക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ലടോ, പിന്നെ താനെന്തിനാ എങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ എന്നാ വെള്ളം എടുത്തോണ്ട് കൊടുക്കട്ടെ. ആ എടോ, കുഴപ്പമില്ലടോ. എന്താടോ, എന്ത് പറ്റി? നന്ദേട്ടാ, അയാൾ എന്തിനാ വന്നത്? എനിക്ക് പേടിയാവുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. എന്താ നന്ദേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നമാടോ? താനെന്തിനാ ആവശ്യമില്ലാതെ പേടിക്കുന്നേ? ആ പേരെനിക്ക് പേടിയാ. ഗണപതി, പാതാള ഗണപതി. കൊള്ളാം. നമ്മളിപ്പോ പഴയ നന്ദന സംഗീതയാണോ? പണ്ട് നമ്മൾ അയാളെ ഭയന്നിരുന്നു എന്ന് കരുതി ആയുഷ്കാലം മുഴുവൻ അയാളെ ഭയക്കേണ്ട കാര്യം എന്താ? അയാളൊരു പാവം അപ്പാവി. അയാൾ എന്തിനാ വന്നതെന്ന് പറ.